ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇന്നലെ മാത്രം 94,452 പേരാണ് 18-ാം പടി കയറിയത്. 15 മണിക്കൂറോളം ക്യൂവിൽ കാത്തു നിന്ന ശേഷമാണ് ദർശനം സാധ്യമാകുന്നത്. ഭക്തരുടെ വാഹനങ്ങൾക്കും നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ്. എരുമേലി കൊരട്ടിപ്പാലത്തിലാണ് വാഹനങ്ങൾ നിയന്ത്രണമുള്ളത്. പുലർച്ചെ മുതൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങൾ നൽകാനായി സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് അനിയന്ത്രിതമായ ഒരു തിരക്ക്, അതിൽ വലയുന്ന ഭക്തരെ വീണ്ടും അതിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥയാണ് ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 1 ലക്ഷത്തോട് അടുത്ത് ഭക്തർ ഇന്നലെ മാത്രം മലചവിട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത്. രജനി, തീർത്ഥാടകരുടെ ഒരു തിരക്ക് സന്നിധാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നാണ് ഏറ്റവും പ്രധാനമായി ഈ മണിക്കൂറിൽ പറയാനുള്ളത്. ഇന്നലെ 18 മണിക്കൂറോളം ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും താഴെ നിലയ്ക്കലും പമ്പയിലും എല്ലാം തന്നെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർത്ഥാടകരെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ സമാനമായ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ തിരക്കിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി തരുന്നത്. പ്രത്യേകിച്ച് ക്യൂ കോംപ്ലക്സുകളടക്കം കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സമാനമായ ഒരു തിരക്ക് ഉണ്ടായ സമയത്തും ഇത്തരത്തിലുള്ള ഒരു വലിയ ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ 18 മണിക്കൂറിലധികം തീർത്ഥാടകർ ക്യൂ നിൽക്കേണ്ടി വന്നിരുന്നു. ഇന്നലെ വൈകിട്ടോടെ 4 മണിയോടെ പമ്പയിൽ നിന്നും കയറിയ തീർത്ഥാടകർക്ക് ഇപ്പോൾ മാത്രമാണ് ദർശനം സാധ്യമാകുന്നത്, അല്ലെങ്കിൽ അവരിപ്പോൾ മാത്രമാണ് നടപ്പന്തലിലേക്ക് എത്തുന്നത്. അവരുടെ പ്രതികരണമെല്ലാം തന്നെ അല്പസമയങ്ങൾക്ക് തന്നെ നമുക്ക് നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് മലയാളികളായുള്ള ഭക്തർ മാത്രമല്ല, അന്യ സംസ്ഥാനത്ത് ഭക്തർക്കും അതേ വികാരം തന്നെയാണ് പറയുന്നത്. എന്തായാലും കൃത്യമായ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയില്ല. അതിന്റെ പരിണിത ഫലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അത് വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽച്ച് നിൽക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഗുരുതരമായുള്ള വീഴ്ചയുണ്ടായി. കൃത്യമായ പോരായ്മകളെല്ലാം തന്നെ കഴിഞ്ഞ മീറ്റിംഗിൽ ചൂണ്ടിക്കാട്ടിയതാണ്. ഇനി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ, കൃത്യമായി വെള്ളം കൊടുക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം, ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ ചേർന്നിരുന്നു. എന്തായാലും അത് വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രതിസന്ധി ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് കൃത്യമായി യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒന്നും തന്നെ ഒരുക്കാതെയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇനി മണ്ഡല പൂജാ സമയമാണ്. ഇനി വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഉണ്ട്. അവധി ദിവസങ്ങളിലേക്ക് പോകുന്നു. ഇനി കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്രമീകരിച്ചുകൊണ്ടുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയില്ല എങ്കിൽ വരും ദിവസങ്ങളിലും തിരക്ക് നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉണ്ടാകും. ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഈ തിരക്ക് നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കേന്ദ്ര സേനാ വിഭാഗങ്ങളടക്കം മരക്കൂട്ടത്തും അതോടൊപ്പം തന്നെ അപ്പാച്ചി മേടുമെത്തിയെത്തിയാണ് സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തി കൃത്യമായ രീതിയിൽ തിരക്ക് നിയന്ത്രിച്ച് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ശരംകുത്തി മുതലാണ് സന്നിധാനത്തേക്ക് ഇപ്പോൾ തീർത്ഥാടകരുടെ നീണ്ട നിരയുള്ളത്. പക്ഷെ അപ്പോഴും വരും ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, മണ്ഡല പൂജ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഭക്തജനങ്ങൾ മാത്രമാകില്ല, പുറത്തു നിന്നുള്ളവരും വരാനുള്ള സാധ്യതയുണ്ട്. ഈ അനിയന്ത്രിതമായ തിരക്കൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. അതിൽ പിന്നീട് അതിനുശേഷം നടന്ന ഈ യോഗങ്ങൾ, അടിയന്തരമായിട്ടുള്ള യോഗങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു. അതിലൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കണ്ട ഈ തിരക്ക് എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും ആശ്വാസത്തിനുള്ള വക ആയിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം വേണ്ടത്ര പോലീസുകാരെ ഇപ്പോഴും വിന്യസിച്ചിട്ടില്ല. പോലീസുകാരെ വിന്യസിക്കുമെന്ന് പറഞ്ഞു. ഹൈക്കോടതി വരെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു നീക്കുപോക്കും ഉണ്ടായില്ല എന്ന് തന്നെ തെളിയിക്കുന്നതല്ലേ ഇന്നലെയും ഇന്നുമായിട്ട് കണ്ട ആ ഒരു തിരക്ക്.
തീർച്ചയായും അത് തന്നെയാണ്. നിലവിൽ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും ഏത് സമയവും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ശബരിമലയിലേക്ക് ഉൾക്കൊള്ളാവുന്നതിൽ അധികമുള്ള തീർത്ഥാടകർ ഇപ്പോൾ തന്നെ നിലവിലുള്ളത്. ഇവർ പടിയിറങ്ങി മലയിറങ്ങിയാൽ മാത്രമേ ഈ ഒരു തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് പറയാൻ പറ്റൂ. അതിനുശേഷം ഇപ്പോൾ മരക്കൂട്ടം കഴിഞ്ഞ് ശരംകുത്തി വരെ തീർത്ഥാടകരെ നീണ്ട നിരയുണ്ട്. ഇവിടെ നിന്ന് നിയന്ത്രിച്ച് മാത്രമാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. അത് വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടകരുടെ ഒരു തിരക്ക് അനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളത്. അതിന് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ തീർത്ഥാടകർ എത്തുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾക്കപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ക്യൂ കോംപ്ലക്സുകളിലടക്കം പിടിച്ചിട്ടുകൊണ്ട് തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും എല്ലാം തന്നെ പറഞ്ഞത്. പക്ഷേ അതിന് വേണ്ട യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും തന്നെ ഒരുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സാധ്യതകളൊക്കെ തന്നെയായിരുന്നു നിലവിലുണ്ടായിരുന്നു. എന്തായാലും തീർത്ഥാടകർ വലിയൊരു പ്രതിഷേധത്തിലാണ്. ആ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. എന്തായാലും ഉടൻ തന്നെ ആ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടു, വെള്ളമില്ല, ഒപ്പം ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, ശുചിമുറികളില്ല, വൃത്തിയുള്ള സ്ഥലങ്ങളില്ല, വിരിവയ്ക്കാൻ പോലും ഒരിടമില്ല എന്ന് ഭക്തർ പറയുന്ന പരാതികളൊക്കെ തന്നെ നമ്മൾ ഈ ജനം ടി വിയിലൂടെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതൊക്കെ തന്നെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെയും പക്കലിൽ എത്തുന്നില്ല? ഈ യോഗങ്ങൾ മാത്രം നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇന്നുപോലും ഈ 11 മണിക്കൂറിലധികം ക്യൂ നിൽക്കുക എന്ന് പറയുന്നത്, കുട്ടികളടക്കമുള്ളവരാണ് ആ ക്യൂവിൽ നിന്ന് ഇത്രയധികം സഹിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ന് നമ്മളോട് പ്രതികരിച്ച തീർത്ഥാടകരടക്കം. ഈ രീതിയിലേക്കാണ് ശബരിമല പോകുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഇവിടേക്ക് ഭക്തജനങ്ങൾ എത്തുന്നതിൽ കുറവുണ്ടാകും എന്നൊരു രാവിലെ ഒരു തീർത്ഥാടകൻ പറയുന്നത് അധികം കേട്ടു. അതെല്ലാം തന്നെ സർക്കാരിൻ്റെ വീഴ്ച തുറന്നു കാണിക്കുന്നത് തന്നെയല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഞാൻ നേരത്തെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും വീഴ്ച ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഇതുവരെയും പരിഹാരം കാണാനായി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നിരുന്നു. ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ഇനിയും ഇത്തരത്തിൽ തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവരെല്ലാം തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനൊന്നുള്ള ഒരു പ്രായോഗിക തലത്തിലേക്ക് ആ തീരുമാനങ്ങളൊന്നും തന്നെ എത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുകയും ചെയ്യുന്നത്. നേരത്തെയൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവർ കാര്യമായി പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ നമുക്കറിയാം 351 കോടി രൂപയാണ് നടപരമായി മാത്രം ശബരിമലയിൽ ലഭിച്ചത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോഴും തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് സന്നിധാനത്തേക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. നിയന്ത്രിച്ച ഓരോ ഇടങ്ങളിലും കൃത്യമായി നിയന്ത്രിച്ച് തന്നെയാണ് തീർത്ഥാടകരെ ഇപ്പോഴും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവ് ഒരു വലിയ പ്രതിസന്ധിയായി പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഈ ഏകോപനത്തിലുണ്ടായ പാളിച്ചകൾ അത് കൃത്യമായി തീർത്ഥാടന കാലത്തെ മുഴുവനായാണ് ബാധിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് കൃത്യമായ നിയന്ത്രണങ്ങളൊക്കെ ഒരു വശത്ത് ഏർപ്പെടുത്തുമ്പോഴും അതെല്ലാം തന്നെ മറ്റൊരു വശത്ത് പാളുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. എന്താണോ ഉദ്ദേശിച്ചത് അതിന് വിപരീതമായുള്ള ഒരു ഫലം മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്, സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ഓഫീസർമാരും എല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആ ഒരു രീതിയിലേക്കുള്ള ഒരു ക്രമീകരണങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകില്ല എങ്കിൽ മണ്ഡല പൂജാ സമയത്തേക്ക് വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇനിയെങ്കിലും കൃത്യമായി നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആ ദുരിതങ്ങൾ ഇനിയും ഭക്തജനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും, തീർത്ഥാടകർ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ മുതൽ തന്നെ ഈ ഭക്തജന തിരക്ക് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ കൂടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ക്രിയാത്മകമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും നമ്മളോട് പ്രതികരിച്ച ചില അയ്യപ്പ ഭക്തരുടെ പ്രതികരണങ്ങൾ കൂടെ കേൾക്കാം. യാതൊരുവിധ സഹായം ചെയ്തു തരുന്നില്ല. മടുക്ക് വന്നിരുന്നു കുഞ്ഞുങ്ങളായിട്ട്. പോലീസുകാരുടെ എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞ് പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പോരെന്ന് ചോദിച്ചു.
പോരണ്ടെന്നാണ് പോലീസുകാർ പറഞ്ഞത്. പോലീസുകാർക്ക് ഇവിടെ വന്നതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്പലമൊക്കെ വന്നപ്പോൾ അന്നദാനം ഉണ്ടെന്ന് പറയുന്നു. അന്നദാനത്തിന് ചെന്നപ്പോഴേ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. അന്നദാനം ചെന്നപ്പോൾ അന്നദാനം ഇല്ല, കൂട്ടിക്കെട്ടി. ചുമ്മാ പ്രഹസനം മാത്രമേ ഉള്ളൂ, അന്നദാനം വേറെ ഒരു പരിപാടിയില്ല. ഞാൻ പറയുന്നത് 4:30 ആയപ്പോൾ മുതൽ നിൽക്കുന്നത്. ഇന്നലെ വെളുപ്പിന് 4:30 വന്നാൽ ഞങ്ങൾ വന്ന് കുളിച്ച് പമ്പ അന്നേരം മുതൽ ഇങ്ങനെ നിൽക്കുന്ന നിന്ന് മടുക്കുക. ഇത്രയും മണിക്കൂറായിട്ട് ഇതിലൊന്ന് കയറാനോ തൊടാനോ ഇതുവരെ ഒന്നുമില്ല. അവർ പറയുന്ന പമ്പയെ തേങ്ങ അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോക്കോ, പിള്ളേരെ കൊണ്ട് കയറാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അവരുടെ കയ്യിലോട്ട് കൊടുത്തേക്കാൻ നെയ്യും തേങ്ങ ഇങ്ങോട്ട്, എന്നിട്ട് വീട്ടിൽ പോകാനാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു വന്നതാണ്, ഞങ്ങൾ ഇത് തൊഴിലിട്ടേ പോകുന്നുള്ളെന്ന് പറഞ്ഞു. എന്തിനാ വന്നതെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വെളുപ്പിൽ തൊട്ട് നിൽക്കുന്നതാണ്. അടിച്ച് താമരത്തി ഉന്തി വിടുകയാണ് എല്ലാവരും. കർണാടക ആന്ധ്ര ഭാഗത്തുള്ള ആൾക്കാർ വെറുതെ വരികയാണ്. മലയാളക്കാർ ഞാൻ നോൻപോട്ട് വന്നിട്ട് ഒരു കാര്യം വെറുതെ എടുത്ത് വന്നിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ 41 ദിവസം വെറുതെ എടുത്തിട്ട് 5 മണിക്ക് ഇന്നലെ ക്യൂ നിന്നാണ് പമ്പേന്ന്. 5 മണിക്ക് ക്യൂ നിന്നിട്ട് ഇന്ന് നേരെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി എപ്പോഴാണ് ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. അറിയങ്ങള് ഒരു അടിസ്ഥാന ഒരു സൗകര്യമില്ല. അറേഞ്ച്മെൻ്റൊക്കെ വളരെ മോശമാണ്. ഞങ്ങൾ 6 മണിക്ക് പമ്പയിൽ കയറിയാണ്. 4 മണിക്ക് ഇന്നലെ 4 മണിക്ക് 14 மணி நேரம் ஆயிடுச்சு. ஒன்றுமே இல்லாத இது மாதிரி பண்ணுறாங்க. என்ன பண்ணுறது தெரியல. 4 மணி இந்த 4 மணிக்கு நின்றுட்டு மூடிட்டா ஒரு 4 ஹவர் வச்சு பூடி வச்சுக்கிறாங்க. என்னத்த பண்ணுறது? இங்கே பார்த்தா கூட்டமே இல்லை, போயிட்டு வந்து தான் இருக்குது. 4 மணி நின்று ஒரு சாப்பாடு இல்லை, ஒரு நாஷ்டா இல்லை, ஒரு எதுவும் இல்லை. எப்படி சமையுது? சாமி இப்படியே பாட்டுக்கிறது. வேற தண்ணி மாட்டா தராங்க, வேற எதுவும் கொடுக்க மாட்டேங்கிறாங்க. நைட்டில் ஏதோ ஒரு சாப்பாடு இல்லை, ஒரு நாஷ்டா எதுவும் இல்லை. அங்கே எதுவுமே கிடையாது. இங்கே வந்து ஒரு 2 பிஸ்கட் கிடைக்குது. ഇന്നലെ 3:30 നിൽക്കാൻ തുടങ്ങിയത് അവർ 12:30 പമ്പയ്ക്ക് വന്നേണ്. ഇന്നലെ ഭക്ഷണം രാത്രി കഴിച്ചിട്ടില്ല, രാവിലെയും കഴിച്ചിട്ടില്ല. കൊച്ചു പയ്യന്മാരൊക്കെ ഉണ്ട്, ഇപ്പോൾ അവരും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ബിസ്ക്കറ്റും വെള്ളവും ഇവിടുന്ന് കിട്ടി. അതാണ് ഇപ്പോഴത്തെ ഭക്ഷണം. രാത്രിയൊക്കെ അപ്പാച്ചിമേടിലൊക്കെ നിൽക്കുകയായിരുന്നു മണിക്കൂറോളം. പമ്പയിൽ 4 മണിക്കൂറോളം നിന്നു. വെള്ളമൊന്നും കിട്ടിയില്ല, രാത്രി ഒന്നും. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. പമ്പയിൽ നിന്ന് കയറിയിട്ട് തിരക്ക് കാരണം ഒരു മാളികപ്പുറം വീണ് മാളികപ്പുറത്തിനെ ചവിട്ടി കൂട്ടി ഇതല്ലേ. ആ മാളികപ്പുറത്ത് ഈ അന്യസംസ്ഥാന ആൾക്കാരെ നമ്മൾ ഇതാക്കിയത്. അതൊക്കെ തിരക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാര തിരക്കാണ്. അത് സെക്യൂരിറ്റിയെ നിയന്ത്രിക്കാനൊരു ഒരു കൺട്രോളും ഇല്ല. ഒരു കൺട്രോളും ഇല്ല. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ആകെ ഇതാണ്. പമ്പയെ തന്നെ നിയന്ത്രണം കറക്ഷനാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. കയറാണ്ട് തിരിച്ചു പോയി കുറേ ആൾക്കാർ. കയറാൻ പറ്റുന്നില്ല. അതായത് മറ്റേ മാളികപ്പുറങ്ങളൊക്കെ ഇന്നലെ ഒരു മാളികപ്പുറത്തിനെ തിരക്കിൽ പെട്ടിട്ട് തിരിച്ചവർ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയി. മലപ്പുറത്തുള്ള ഒരു 6 പേര് 7 പേര് അങ്ങോട്ട് തിരിച്ചു പോയി. ഇന്നലെ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയി. ഭക്തരുടെ ദുരിതങ്ങളാണ് അവർ നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോഴും ഈ ദിവസങ്ങളോളം വ്രതമെടുത്ത് അയ്യനെ കാണാൻ വരുന്നവരോട് ദേവസ്വം ബോർഡും സർക്കാരും കാണിക്കുന്നത് അതിക്രൂരമായ നിലപാടുകൾ തന്നെയാണ്. മണിക്കൂറുകൾ 16 മണിക്കൂറുകളോളമാണ് ക്യൂ നിൽക്കുന്നത്. എന്നിട്ട് പോലും ചില മാളികപ്പുറങ്ങളടക്കം പമ്പയിൽ നിന്ന് മടങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കൊടുത്തതും പ്രതികരണങ്ങളാണ് കൊടുത്തതും. എന്തായാലും ഇനിയെങ്കിലും ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കുവാൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും തയ്യാറാകണമെന്നാണ് പറയുന്നത്. ഭക്തരോട് മാന്യമായ രീതിയിൽ പോലീസും പെരുമാറേണ്ടിയിരിക്കുന്നു. ഈ പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സ്ഥലമില്ല, നിങ്ങൾക്ക് കയറിപ്പോകാൻ കഴിയില്ല, അത്രയ്ക്ക് തിരക്കാണ്, മടങ്ങിപ്പോകൂ എന്നടക്കമാണ് പോലീസ് പോലും പറയുന്നത്. അങ്ങനെയാണോ ഈ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പോലീസ് കൊടുക്കുന്ന ഇങ്ങനെയുള്ള ഈ വാചകങ്ങളൊക്കെ തന്നെ മതിയാക്കണമെന്നാണ് വീണ്ടും പറയാനുള്ളത്. എന്തായാലും എരുമേലിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ കൂടെ ചേരുന്നുണ്ട്. മിഥുൻ, രാവിലെ എരുമേലിയിൽ ഈ വാഹനങ്ങളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിരനിരയായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ? ഞാനിപ്പോൾ നിലയ്ക്കലിലാണുള്ളത്. എരുമേലിയിലെ അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായും അവിടെ നിന്ന് ഇടവിട്ടുള്ള സമയങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു. ഭക്തരുടെ വാഹനങ്ങൾ തടയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എരുമേലിയിൽ നിന്നുള്ള കാഴ്ച. പക്ഷേ എരുമേലിയിൽ നിന്ന് നിലയ്ക്കൽ വരെയുള്ള പാതയിൽ ഗതാഗതക്കുരുക്ക് ലേശമില്ല. അതുപോലെ തന്നെ സുഗമമായി തന്നെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിലയ്ക്കലിലെ അവസ്ഥയും സമാനമായി തന്നെയാണ് ഉള്ളത്. നിലയ്ക്കലിൽ യാതൊരു വിധത്തിലുള്ള
വാഹനങ്ങൾ പിടിച്ചിടുന്ന സാഹചര്യമോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്താത്ത ഒരവസ്ഥയോ ഇല്ല. കൃത്യമായി തന്നെ ഇടവേളകളിൽ KSRTC ബസ്സുകൾ അതിൻ്റെ സർവീസ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിങ്ങിലും അത്യാവശ്യത്തോളം വാഹനങ്ങൾ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലയ്ക്കലിലെ അവസ്ഥ. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ ഇവിടെ എത്തി മടങ്ങിപ്പോകുമ്പോൾ, അതായത് ഇവിടെ എത്തി പമ്പയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രശ്നം അത് ഇപ്പോഴും ഇവിടെ നിലയ്ക്കലിലടക്കം പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗതാഗത കുരുക്കിന് ഒരു ശമനം വന്നിരിക്കുന്നു, നിയന്ത്രണം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് പറയാൻ കഴിയുന്നത്. എരുമേലിയിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവന്നതിനാലാണ് ഇപ്പോൾ നിലയ്ക്കലിൽ ഗതാഗത നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥ വന്ന്, അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നിലയ്ക്കൽ ഭാഗങ്ങളിലെല്ലാം തന്നെ, അതുപോലെ തന്നെ ഈ തീർത്ഥാടന പാതയിൽ, എരുമേലി നിലയ്ക്കൽ തീർത്ഥാടന പാതയിൽ വാഹനങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തേക്ക് തിരക്ക് കുറയാനുള്ളൊരു സാധ്യത, അതായത് ആ ഗതാഗത കുരുക്ക്, ആ ഗതാഗത തടസ്സം ഒഴിവാക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തിരക്ക് നിയന്ത്രണ വിധേയമായി താൽക്കാലികമായിട്ടെങ്കിലും എന്ന് നമുക്ക് ഈ നിമിഷം പറയാം. പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഇടങ്ങളിൽ ഇപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വിവരം. നേരത്തെ ഉണ്ടായിരുന്ന ഈ തീർത്ഥാടന പാതയിലെ തിരക്കിന് ഒരു ശമനം വന്നിരിക്കുന്നു, അത് നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഏതായാലും ആശാവഹമാണ്. തുടർന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ, കൂടുതൽ ഭക്തരുടെ ഒരു വരവുണ്ടാകുമ്പോൾ അത് എത്തരത്തിൽ കൈകാര്യം ചെയ്യും. ഇതുപോലെ തന്നെ എരുമേലിയിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ പിടിച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ, അതായത് ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിൻ്റെ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷണാവാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. അത് തന്നെയാണ് കാരണം. ഇനി മണ്ഡലപൂജയുടെ ദിവസങ്ങളാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഭക്തജനങ്ങൾ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്നു. നമ്മൾ നേരത്തെ സന്നിധാനത്ത് ഈ ഭക്തരുടെ പ്രതികരണമൊക്കെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ തന്നെ പറയുന്നുണ്ട്, പമ്പയിൽ ഈ വാഹനങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും സ്ഥിതി കൂടുതൽ മോശമായിട്ട് വരികയുള്ളൂ. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, പോലീസുകാർ ആവശ്യത്തിനില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, അതിൽ വീർപ്പുമുട്ടുന്നു. ഇപ്പോൾ പോലും ഇന്നലെ പോലും 16 മണിക്കൂറിലധികം നീണ്ട ക്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഹന നിയന്ത്രണം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഭക്തരെ വലയ്ക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെ മാറില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്തവണ ഈ സന്നിധാനത്ത് തിരക്ക് കൂടുമ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് ഇടത്താവളങ്ങളിൽ, അതായത് ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുക എന്നതിനൊപ്പം തന്നെ ഈ ശരണപാതയിലും ഈ തീർത്ഥാടന പാതയിലും ഇത്തരത്തിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു പോലീസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു നിലപാട്. കാരണം നമുക്കറിയാം, ഈ എരുമേലി മുതൽ നിലയ്ക്കൽ വരെയുള്ള പാതയിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ പിടിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാനന സമാനമായിട്ടുള്ള ഈ റോഡിൽ വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണവും കിട്ടാതെ, അതുപോലെ തന്നെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും തദ്ദേശീയരായിട്ടുള്ള ഭക്തജനങ്ങളുമെല്ലാം ഈ തീർത്ഥാടന പാതയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനം നിയന്ത്രിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലുമെല്ലാം ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ആലോചനയും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം വാഹനങ്ങൾ പിടിച്ചിടുന്ന കേന്ദ്രങ്ങളിൽ അതിനുള്ള സംവിധാനമില്ല. അവരുടെ ഈ മുഷിപ്പ് മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഈ പൊരിവെയിലത്തും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മഴയിലും ഈ വാഹനത്തിനകത്ത് തന്നെ കഴിച്ചുകൂടേണ്ടി വരുന്നു. അവിടങ്ങളിൽ വെള്ളവും ഭക്ഷണവും കിട്ടാത്ത അവസ്ഥ വരുന്നു. അതിനൊന്നും പരിഹാരം കണ്ടിട്ടല്ല അവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കേണ്ടത് സർക്കാരാണ്, അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളാണ്. അത്തരത്തിലുള്ള ഒന്നും തന്നെ നടപ്പാക്കാതെയുള്ള ഈ ഗതാഗത നിയന്ത്രണമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സന്നിധാനത്ത് തുടരുന്ന ഈ കുത്തഴിഞ്ഞ ഒരു നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കുത്തഴിഞ്ഞ പരിഷ്കാരങ്ങളുടെ ഒരു ഫലം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായാലും
ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതലും ഈ മകരവിളക്ക് മഹോത്സവത്തിനോട് അടുക്കുകയാണ്. അപ്പോൾ എത്രത്തോളം അതിശക്തമായിരിക്കും തിരക്ക് എന്നുള്ളത് മുൻകാല അനുഭവങ്ങളുണ്ട്. ആ അനുഭവ സാക്ഷ്യം, ആ അനുഭവങ്ങളും അതുപോലെ തന്നെ ഇന്ന് ഈ മണ്ഡലകാലം ആരംഭത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം പഠിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും. അവലോകന യോഗങ്ങളും മറ്റും മാത്രം കൂടിയാൽ പോരാ, വകുപ്പുകൾ തമ്മിലുള്ള തമ്മിലടി അവസാനിപ്പിക്കുക, ഈ മണ്ഡലകാലത്തിൽ ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുതന്നെയാണ് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും പറയേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂരും, ഒപ്പം നിലയ്ക്കലിൽ നിന്നും മിഥുനയ്യപ്പനും.